ആശീർവാദ് സിനിമാസിൻ്റെ 25ാമത്തെ വർഷമാണ്. 25 വർഷം തികയുന്ന ദിവസമാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജനുവരി 26-ാം തീയതി ചേച്ചി പറഞ്ഞതുപോലെ ഒരു അത്ഭുതം നടന്നു. മോഹൻലാൽ സാറും ആശീർവാദും നമ്മളെ കുടുംബം ഒന്നായിട്ട്. ആ അത്ഭുതത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ എമ്പുരാൻ എന്ന ചിത്രവുമായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ ഒരു ലോഞ്ച് സംഘടിപ്പിക്കാനും അതിലെല്ലാം സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് അതിനാണ് കാണുന്നത്. ശരിക്കും സിനിമ നമ്മൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ മനസ്സിൽ ഈ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരു ആരാധകനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ആരാധകന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല, പക്ഷെ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് സിനിമ നിർമ്മിക്കുന്ന ഒരാളാണ്, നിർമ്മിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഷാജിയേട്ടനൊക്കെ ആയിട്ട് ഈ നരസിംഹത്തിൻ്റെ പല ഡിസ്കഷൻ രഞ്ജിത്തേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ലാൽ സാറിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷാജിയേട്ടനെക്കുറിച്ച്. നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊതിച്ച് നരസിംഹത്തിനകത്ത് വരികയും പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്താണ് എനിക്ക് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഷാജിയേട്ടനൊക്കെ അത് നമ്മുടെ ഒരു വർത്തമാനങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു നരസിംഹം ഉണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ച് ഇന്നും ആ അത്ഭുതം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ സാറുമായി യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഏത് തലത്തിലോട്ട് പോകാൻ പറ്റുമെന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുകയും അങ്ങനെയുള്ള സിനിമകളിലൂടെ യാത്രയും ഒക്കെ ചെയ്ത് പോകുമ്പോഴാണ് നരനുണ്ടായി, അങ്ങനെ കുറേ സിനിമകൾ ജോർജ് സാറുമായിട്ട് ചേർന്നുണ്ടായി. പക്ഷേ ലൂസിഫറിലോട്ട് വന്നപ്പോൾ നമുക്ക് തോന്നി, എനിക്ക് രാജുവുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഞാനിത് സത്യം പറയുകയാണ് കേട്ടോ, കാരണം ഈ സദസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. രാജുവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിലവൊക്കെ കൂടുന്ന ആളാണ്, പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ശരിക്കും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി എനിക്ക് വേറെ ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ടൊന്നും വേണ്ട. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് കൊടുക്കണം, എപ്പോഴും സന്തോഷത്തോടെ നിന്ന്. അപ്പം ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്ത് ഒരു അണ്ണൻ മുമ്പ് പൊക്കോ, ഞാൻ പുറകെ നിന്നോളാം. പക്ഷെ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിടെ കയ്യിൽ നിന്ന് പോയി വേറൊരു തലത്തിൽ പോയി. പക്ഷെ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു. ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക, അപ്പം ഞാൻ ഇടയ്ക്ക് മുരളിച്ചേൻ്റെ അടുത്ത് ചോദിക്കും, ഈ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും, എന്തോ എഴുതി വച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ രാജുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് പറയും, എന്നെ നോക്കിക്കോളണം കേട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ആൻ്റണി, 2 വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല, എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും. അപ്പം ഞാൻ പറയും, ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചങ്ങ് പോരെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വേറൊരു സ്വപ്നം കണ്ട് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ, എൻ്റെ ലാംഗ്വേജൊക്കെ ശരിയാണെന്ന് അറിയില്ല, ഒരു നെറുകയിൽ എത്താൻ പാകത്തിനുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് എമ്പുരാൻ. അത് സംഭവിക്കും. രാജു അത് നിങ്ങൾക്ക് കഴിയും. ഈ സിനിമ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും അതിൽ മോഹൻലാൽ സാറ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ ശ്വാസവും വെച്ച് ഞാൻ രാജുവിൻ്റെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സ്വപ്നം കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ രാജുവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ സിനിമയുടെ എന്ത് ചിലവായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റില്ല, കാരണം കള്ളം പറയുന്നതാണെന്ന് പറയും. അത് കാരണം ഞാൻ ആരോടും പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത്രയും വലിയൊരു സിനിമയുടെ യാത്രയ്ക്ക് ഏറ്റവും സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ സംസാരം എൻ്റെ അടുത്തേക്ക് ആദ്യം രാജു തന്നെയാണ് ഏൽപ്പിച്ചത്. ഇങ്ങനൊരു ഡിസ്കഷനുണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് അത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്.
ആ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് സുഭാസ്കർ സാർ എത്തിയിട്ടില്ല. സാറിനോട് എൻ്റെ അതിയായ സ്നേഹം അറിയിക്കുന്നു. തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ സ്നേഹം അറിയിക്കുന്നു. തമിഴ് കുമരൻ സാർ എല്ലാവരോടും, നിങ്ങൾ വന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ സ്റ്റാഫിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് എമ്പുരാൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാജു അതിയായ സ്നേഹത്തോടെ പറയുന്നു, ഇത് ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ ഉണ്ടാകുന്നൊരു സിനിമയായിരിക്കും. സത്യമായിട്ടും സംഭവിക്കും. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവം അതിന് ഭാഗ്യം തരട്ടെ. ലാൽ സാർ എന്താ പറയാന്നറിയില്ല. കാര്യം ലാൽ സാറിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പെട്ടെന്ന് കുഴപ്പമായി പോകും. അത് കാരണം എന്താ വെച്ചാൽ, ഞാനിവിടെ നിന്ന് 25 വർഷം തികഞ്ഞ് ഈ 25ാം വർഷത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്, എന്നെ നിർത്തിയതാണ് അത് മോഹൻലാൽ സാറാണ്. നന്ദി സാർ. എമ്പുരാനും എല്ലാവർക്കും എൻ്റെ സ്നേഹം പറയുന്നു. ചേച്ചി സന്തോഷം. ശാന്തിക്കോടും ഒരു താങ്ക് യു പറയാനുണ്ട്. കാരണം കഴിഞ്ഞ 25 വർഷത്തെ യാത്രയിൽ ഒരു നെഗറ്റീവൊന്നും പറയാൻ സമ്മതിക്കില്ല. കാരണം പറയാൻ പാടില്ല എന്നാ പറയാം. എല്ലാം പോസിറ്റീവേ സംസാരിക്കാറുള്ളൂ. പോസിറ്റീവ് മാത്രം ഇഷ്ടപ്പെടുന്ന ശാന്തിയോട് വലിയ സന്തോഷം. ശാന്തി എൻ്റെ ഭാര്യയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരുമായിട്ടും എനിക്ക് 25 വർഷത്തിൽ കൂടുതൽ ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം ഓർക്കുന്നു. വന്നതിന് സന്തോഷം. എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.